ഹായ് വിദ്യ. സോ വിദ്യ വിശ്വനാഥ്, പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എങ്ങനെയൊക്കെ പോകുന്നു ലൈഫ്? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ഇപ്പൊ അടുത്തിടെയാണോ കല്യാണം കഴിഞ്ഞത്? ജാനുവരിയിലാണ് കല്യാണം. ജാനുവരിയിൽ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പറയൂ, വീണ എന്ന് പറയുന്ന ആ കരിയർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? അതെയോ ഞാൻ 6 വയസ്സ് തൊട്ട് സംഗീതം പഠിക്കുന്നുണ്ട്. വോക്കൽ ബഹറിലാണ് പഠിച്ചത്. സുമാ ഉണ്ണികൃഷ്ണൻ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പം അത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് 11th 12th കഴിഞ്ഞ് ഞാൻ BA ചെയ്തത് മ്യൂസിക്കാണ്, വോക്കലാണ്. അപ്പോൾ അതിൽ നമുക്ക് സബ് ഇൻസ്ട്രുമെന്റ് ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലിങ്ങനെ വീണയോടൊരു കൗതുകം തോന്നി, അങ്ങനെ സബ് എടുത്ത് അങ്ങനെ പഠിച്ചു. ആൻഡ് റാങ്ക് ഹോൾഡർ ആണല്ലേ? അപ്പോൾ ഈ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും പാട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നായിരുന്നു, അതെയോ വീണയാണോ? എന്തായിരുന്നു അവരുടെ ഒരു പ്രിഫറൻസ്? അവർക്ക് വോക്കലും ഒപ്പം ഉണ്ട്. എന്നാലും വീണ യാദൃശ്ചികമായിട്ട് വന്നതാണ്. സബ് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അന്നൊരു 10 കൊല്ലം മുമ്പോട്ട് പോയാൽ ഇപ്പോൾ വീണയിലെത്തി നിൽക്കും എന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. സബ് എടുത്തപ്പോൾ വീണയായിരുന്നു. വിദ്യ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, മെയിൻ പെർഫോമൻസ് നമുക്കറിയാം വീണയാണെന്ന്, എന്നാലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടി തന്നു കഴിഞ്ഞാൽ സന്തോഷം. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ആൻഡ് സിനിമാ വിശേഷങ്ങൾ, 1-2 സിനിമയിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിന്റെ വിശേഷങ്ങൾ പറയൂ. ഏതൊക്കെ ഫിലിംസ് ആയിരുന്നു? ഹോം എന്ന് പറയുന്ന സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ മേപ്പടിയ എന്ന് പറഞ്ഞൊരു മൂവിയിലും ഒരു സോങ്ങിൽ വീണ വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്? അത് രാഹുൽ സുബ്രഹ്മണ്യം സാറാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ സാറ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ അപ്രോച്ച് ചെയ്താണ്. ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചാലും. ഇനി പെർഫോമൻസ് കാണാൻ പോവാണ്. നമുക്ക് ഫാമിലിയെ കൂടി ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഹസ്ബൻഡ്, അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടാം. പേര് പറയൂ. അരുൺ ജഗന്നിവാസൻ. അരുൺ, ഓക്കെ. സോ അരുൺ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വർക്ക് ചെയ്യാണോ? എന്താണ്? ഞാൻ വർക്ക് ചെയ്യാണ്, ദുബായിലാണ്. അപ്പോൾ ഇപ്പൊ ജസ്റ്റ് ഒരു 1 വീക്ക് ഒരു ബ്രേക്ക് എടുത്ത് വന്നതാണ്. ആൻഡ് വിദ്യയായിട്ടുള്ള എന്താ പ്രണയ വിവാഹമായിരുന്നോ അതെയോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. ബട്ട് ലോങ് ബാക്ക് അവളുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ അറിയാം. വിദ്യയുടെ സിസ്റ്ററും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, ജൂനിയർ ക്ലാസ്. അങ്ങനെ അറിയാം. അങ്ങനെ അപ്പൊ അന്ന് മുതൽ വിദ്യ പാട്ട് പാടുന്നൊക്കെ ചിലപ്പോൾ അരുണിന് അറിയായിരിക്കും അല്ലേ? അറിയാം. അന്ന് മുതൽ വിദ്യയുടെ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. സൂപ്പർ. ഇനി നമുക്ക് വിദ്യയുടെ അമ്മയും അച്ഛനും. ഓക്കെ, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ അമ്മയുടെ. എൻ്റെ വിജയ വിശ്വനാഥ്. അമ്മ വർക്ക് ചെയ്യാണോ? ഇല്ല, ഹൗസ് വൈഫാണ്. അമ്മയുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു? വിദ്യ വലുതായിട്ട് ഈ ഒരു കരിയർ തന്നെ ചൂസ് ചെയ്യണം എന്നായിരുന്നു, അതോ എന്തെങ്കിലും വേറെ ജോലികളൊക്കെ ആയിരുന്നു? അവളൊരു 10th വരെയും അവൾക്ക് കാർഡിയോളജിസ്റ്റ് ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. എപ്പോൾ നോക്കിയാലും 11th ആ അഡ്മിഷന്റെ സമയത്താണ് പെട്ടെന്നാണ് അവൾ പറഞ്ഞത് എനിക്ക് മ്യൂസിക് മതി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മളും സപ്പോർട്ട് ചെയ്തു. നമുക്ക് അത് എന്തായാലും മ്യൂസിക് വിടരുതെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ചൂസ് ചെയ്തപ്പോൾ അത് സന്തോഷമായി. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി അച്ഛൻ വർക്ക് ചെയ്യാണോ? ഞാനിപ്പോ റിട്ടയർഡ് ആണ്. എന്തായിരുന്നു? ബഹറിലായിരുന്നു. ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി നമുക്ക് ഇത് അരുണിന്റെ അച്ഛനും അമ്മയാണ്. പേര് ജഗന്നിവാസ് മുണ്ടഞ്ചേരി. വാവ്, ഭയങ്കര കിടിലൻ ഗംഭീരം പേരാണല്ലോ. ഇത് അധികം ആർക്കും ഇല്ലാത്തൊരു പേരാണ്. ചെറുപ്പത്തിൽ അപ്പൊ എന്താ വിളിച്ചോണ്ടിരുന്നത്? വാസൻ എന്നാ വിളിച്ചിരുന്നത്. വാസൻ, ജഗ്ഗു, അങ്ങനെ ജഗ്ഗു ഭായി എന്നൊന്നും വിളിക്കാറില്ല. വൈഫാണ് വിളിക്കുന്നത്. വൈഫ് ഇങ്ങനെ ജഗ്ഗു ഏട്ടാ അങ്ങനെയൊക്കെ. ശരി, അമ്മയുടെ പേര്? എന്റെ പേര് ഇന്ദിര. അമ്മ ചെറുപ്പത്തിലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിദ്യ വന്നപ്പോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു? നല്ല ആഹ്ലാദാണ്. ഓ, അതൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ആണല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ ആള് വരുമ്പോൾ ആ ഒരു വേർഡ് പറയാന്ന് പറഞ്ഞാൽ വിദ്യയുടെ ഒരു ഭയങ്കര ലക്കി ആയിട്ട് ഞാൻ കാണുന്നു. സൂപ്പർ. ഇനി പുറകിൽ 2 പേര് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവരാരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം? ഞാൻ വിദ്യയുടെ ചേച്ചിയാണ്. ചേച്ചിയാണ് പാട്ട് പാടും എന്ന് പറഞ്ഞത് അല്ലേ? വീണ. ചേച്ചിയുടെ പേര് വീണ.
വീണ നന്നായി പാട്ട് പാടും. അതെ. ഇതെന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന്റെ പേര്? എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ മുംബൈയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അത് ശരി, ഓക്കെ. അപ്പൊ വീണയുടെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? ഒരു 2 വരി പാട്ട്. താമരക്കുമ്പിലല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നിൻ സംഗീത മധുപകരൂ. താമരക്കും